കൂട്ടുകാരെ, ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു കഥയുടെ വീഡിയോയുമായിട്ടാണ്. നമ്മുടെ കഥയിലെ കഥാനായികയുടെ പേര് ബിന്ദു എന്നാണ്. ബിന്ദുവിന് ബിന്ദുവിൻ അമ്മ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ബിന്ദുവിൻ്റെ അച്ഛൻ ബിന്ദു കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ മരണപ്പെട്ടിരുന്നു. പിന്നെ ബിന്ദുവിൻ്റെ ലോകം ബിന്ദുവിൻ്റെ അമ്മയും വീടും മാത്രമായി. അങ്ങനെ ബിന്ദുവിൻ്റെ അമ്മ വളരെ കഷ്ടപ്പെട്ടാണ് ബിന്ദുവിനെ വളർത്തിയത്. അടുക്കളപ്പണിക്ക് പോയിട്ടും തൊടിപ്പണിക്ക് പോയിട്ടും ഒക്കെ ആ സ്ത്രീ അവളെ നന്നായി നോക്കി. 10ാം ക്ലാസ് വരെ ബിന്ദു പഠിച്ചു. 10ൽ തോറ്റപ്പോൾ പഠിപ്പ് നിർത്തി. പിന്നെ ഒരു തേപ്പ് പണിക്കാരനായ ബാബു എന്ന ചെറുപ്പക്കാരൻ്റെ കൂടെ പണിക്ക് പോയി തുടങ്ങി. സിമൻറ്റ് കൂട്ടാനും കല്ല് ചുമക്കാനുമൊക്കെയായി ബാബുവിനെ സഹായിച്ചു കൊണ്ടേയിരുന്നു. അങ്ങനെ കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബിന്ദു ബാബു എന്ന ചെറുപ്പക്കാരനുമായി സ്നേഹത്തിലായി. അവർക്ക് തമ്മിൽ വിട്ടുപിരിയാൻ പറ്റാത്ത വിധം ആ ബന്ധം അടുത്തുപോയിരുന്നു. ബാബു കുറച്ചു കാലങ്ങൾ കഴിഞ്ഞപ്പോൾ ബിന്ദു ഗർഭിണിയായി. അവരുടെ പ്രണയവെള്ളരിയിൽ പിരിഞ്ഞ ആദ്യത്തെ പൂമൊട്ട്. ഈ വിവരം ബിന്ദു ബാബുവിനോട് പറഞ്ഞു. പക്ഷേ ബാബുവിന് യാതൊരുവിധ സന്തോഷവും ഉണ്ടായില്ല. കാരണം തനിക്ക് ഒരു ഭാര്യയും മകനുമുണ്ട്. എന്തു ചെയ്യണമെന്ന് അയാൾക്ക് അറിയാതെയായി. തനിക്ക് ഭാര്യയും മകനുമുണ്ട് എന്ന വിവരം ആദ്യമേ ബിന്ദുവിനോട് അയാൾ പറഞ്ഞിരുന്നു. പക്ഷേ ബിന്ദു പിന്മാറാൻ ആയിരുന്നില്ല എന്നു മാത്രമല്ല, അവൾ അയാളെ കൂടുതൽ സ്നേഹിക്കുകയും ചെയ്തു. ഇനി എന്തു ചെയ്യും? ബാബു ചോദിച്ചു. അപ്പോൾ ബിന്ദു പറഞ്ഞു, എന്തു ചെയ്യാൻ? ഒന്നും ചെയ്യാനില്ല, നിങ്ങൾ എന്നെ വിവാഹം കഴിക്കണം. അയാൾ ആലോചിച്ചു. ശരി, ഞാൻ ആലോചിക്കട്ടെ. ആലോചിച്ചാൽ മാത്രം പോരാ, ഇതിന് അന്തിമമായ ഒരു തീരുമാനമെടുക്കണം. ശരി, ഞാൻ പറയാം എന്ന് പറഞ്ഞ് അയാൾ അന്ന് പോയി. പിറ്റത്തെ ദിവസം ബിന്ദു ബാബുവിനോട് പറഞ്ഞു. എന്ത് തീരുമാനിച്ചു? ബാബു പറഞ്ഞു, ശരി, ഞാൻ നിന്നെ വിവാഹം കഴിക്കാം. ഈ വിവരം ബിന്ദു വീട്ടിൽ പറഞ്ഞു. അങ്ങനെ ബിന്ദുവിൻ്റെ അമ്മയും നാട്ടുകാരും ബന്ധുക്കാരും ചേർന്ന് അവരുടെ രജിസ്റ്റർ വിവാഹം ചെയ്തു. ആകെ പ്രശ്നമായി. വിവരം പോലീസ് സ്റ്റേഷനിലും കോടതിയിലും എത്തി. അങ്ങനെ ബാബുവിൻ്റെ ഭാര്യ വന്നു. കോടതിയിൽ വെച്ച് ബാബു പറഞ്ഞു, ഞാൻ രണ്ടുപേരെയും നോക്കിക്കൊള്ളാം. എൻ്റെ ഭാര്യയും മകനെയും ബിന്ദുവിനെയും ഞാൻ നോക്കിക്കോളാം. എനിക്ക് രണ്ടുപേരും വേണം. പക്ഷേ ബാബുവിൻ്റെ ഭാര്യ അതിന് തയ്യാറായില്ല. താൻ ആത്മാർത്ഥമായി സ്നേഹിച്ചിട്ടും ജീവന് തുല്യം സ്നേഹിച്ചിട്ടും ഇയാൾ എന്നെ വഞ്ചിച്ചു. എനിക്കിനി ഇങ്ങനെ ഒരു ഭർത്താവിന് ആവശ്യമില്ല. എനിക്കെൻ്റെ മകനെ തിരിച്ചു തന്നാൽ മതി. ഞാൻ അവനുമായി ജീവിച്ചു കൊള്ളാം. അങ്ങനെ അവളുടെ അഭിപ്രായത്തിന് സമ്മതിച്ചുകൊണ്ട് ബാബു പറഞ്ഞു, ആയിക്കോട്ടെ, മകനെ നീ എടുത്തുകൊള്ളൂ. അങ്ങനെ ആ ബന്ധം അവിടെ വെച്ച് അവസാനിച്ചു. പിന്നീടുള്ള കാലം ബാബുവിൻ്റെ ജീവിതം ബിന്ദുവിനൊപ്പം ബിന്ദുവിൻ്റെ വീട്ടിലായിരുന്നു. കുറേ കാലങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞു, വർഷങ്ങൾ കഴിഞ്ഞ് ഇവർ തമ്മിൽ വീണ്ടും ബാബുവിൻ്റെ ഭാര്യയും ബാബുവും ബിന്ദുവിനെ ആ ബന്ധത്തിൽ 2 കുട്ടികളുണ്ടായി. ഇവർ തമ്മിൽ കണ്ടുമുട്ടി കുറേ കാലങ്ങൾ കഴിഞ്ഞ്. എവിടെ വെച്ചാണെന്ന് അറിയണ്ടേ? ഒരു ചായക്കടയിൽ വെച്ച്. ചായ കുടിക്കാൻ ചെന്നപ്പോൾ ബാബുവിൻ്റെ ആദ്യ ഭാര്യയാണ് ടേബിളിൽ ചായയും പലഹാരങ്ങളും കൊണ്ടുപോയി വെച്ച് കൊടുത്തത്. അവൾ ചായ കുടിക്കാൻ വന്ന ഗസ്റ്റുകളെ കണ്ട് ഞെട്ടിപ്പോയി. തൻ്റെ ഭർത്താവിൻ്റെ 2ാമത്തെ ഭാര്യയും മക്കളും. അവൾക്ക് എന്തു ചെയ്യണമെന്നറിയാതെയായി. ബന്ധം വേർപിരിഞ്ഞതിൽ പിന്നെ ബാബുവിൻ്റെ ഭാര്യ ഒരു ചായക്കടയിൽ പണിക്ക് നിൽക്കുകയായിരുന്നു. അങ്ങനെയാണ് അവൾ മകനെ നോക്കിയിരുന്നത്. രണ്ടുപേരും പരസ്പരം കണ്ടുമുട്ടി. ബാബുവിൻ്റെ ഭാര്യയ്ക്ക് എന്തു ചെയ്യണമെന്നറിയാതെ ആകെ വിഷമത്തിലായി. അവൾ വേഗം ചായയും പലഹാരങ്ങളും ടേബിളിൽ വെച്ച് ഹോട്ടലിലെ അടുക്കളയിലേക്ക് മാറിപ്പോയി. പിന്നെ കുറേ സമയത്തിന് അവൾ ടേബിളിനരികിലേക്ക് വന്നേയില്ല. ഭക്ഷണം കഴിച്ച് ബാബുവും ബിന്ദുവും മക്കളും പോയി കഴിഞ്ഞിട്ട് മുതലാളി വിളിച്ചിട്ടാണ് ബാബുവിൻ്റെ ഭാര്യ ഹോട്ടൽ അടുക്കളയിൽ നിന്നും വന്നത്. എന്തു പറ്റി നിനക്ക്? നിൻ്റെ മുഖമെന്താ വല്ലാതിരിക്കുന്നത്? അയാൾ ചോദിച്ചു. അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിയിരുന്നു. കാര്യം എന്നോട് പറയൂ കുട്ടി, എന്താണ്? ഞാൻ നിന്നെ ഇങ്ങനെ കണ്ടിട്ടില്ലല്ലോ.
അവൾ കാര്യം പറഞ്ഞു. ഇപ്പോൾ വന്ന് ചായയും പലഹാരങ്ങളും കഴിച്ചു പോയത് എൻ്റെ ഭർത്താവാണ്. എന്നെ ഉപേക്ഷിച്ച് രണ്ടാമത് കല്യാണം കഴിച്ചതാണ്. അയാളുടെ ഒപ്പമുള്ള ആ സ്ത്രീയും അതിലുള്ള കുട്ടികളുമാണ്. അതുകൊണ്ട് എനിക്ക് കണ്ടപ്പോൾ അവരെ പെട്ടെന്ന് ഫേസ് ചെയ്യാൻ ഒരു ബുദ്ധിമുട്ട് തോന്നി. അതുകൊണ്ട് ഞാൻ മാറി നിന്നതാണ്. അവളുടെ സങ്കടകരമായ കഥ കേട്ട് അയാൾക്കും വല്ലാതെ ദുഃഖമായി. അയാൾ പറഞ്ഞു, സാരമില്ല മോളെ, എല്ലാം വിധിയാണ്. നിനക്കൊരു മകനുണ്ടല്ലോ, അവനെ നീ നോക്കിക്കോളും. അവൻ വളർന്നു വലുതായാൽ നിന്റെ ബുദ്ധിമുട്ടുകളൊക്കെ മാറും. അയാൾ പറഞ്ഞതു കേട്ട് അവൾ ശിരസും കുനിച്ച് ഹോട്ടൽ അടുക്കളയിലേക്ക് കയറിപ്പോയി. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ കഥയും കഥാപാത്രങ്ങളും വെറും സാങ്കല്പികം മാത്രമാണ്. ഈ കഥയും കഥാപാത്രങ്ങളുമായി ആരുടെയും ജീവിതത്തിന് ഒരു ബന്ധവുമില്ല. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണും വരെ ബായ്.